Hello friends, welcome to my channel. My name is Jay Johnson C. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇന്നത്തെ നമുക്ക് ടോപ്പിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കാം. ഇന്നത്തെ എൻ്റെ ടോപ്പിൽ നിന്ന് കഴിവ് കേടുകൾ. നിങ്ങൾ ഈ ടോപ്പിക് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഈ കഴിവ്, എന്താണ് കഴിവ് കേടുകൾ. എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കുകൾ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ അതിനെ കുറിച്ച് പറയുവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഉണ്ടായിരിക്കും നിനക്കൊരു കഴിവുമില്ല, അല്ലെങ്കിൽ നിന്റെ ഈ കഴിവുകേട് കൊണ്ടാണ് അത് സംഭവിച്ചത്. ആ രീതിയിൽ നമ്മൾ പല കുറ്റപ്പെടുത്തലുകളും പല തെറ്റിദ്ധാരണകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കുകളാണത്. നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ അത് ചെയ്യും, അല്ലെങ്കിൽ നിന്റെ കഴിവുകേട് കൊണ്ടാണ് നിനക്ക് അങ്ങനെ വന്നത് എന്നൊക്കെ നമ്മൾ പല കുറ്റപ്പെടുത്തലുകളും കാണാറുണ്ട്. നമ്മൾ ഇതിന് മറിച്ച് ഇതിനൊരു വേറൊരു തരത്തിൽ കാണാം. നമ്മളുടെ കഴിവ് നമ്മളാണ് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കഴിവുകേട് നമുക്ക് ചിലപ്പോൾ കഴിവായിട്ട് നമുക്ക് വരാം. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയും എന്ന് വിചാരിക്കുക. എന്നാൽ ഡ്രൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് ആയിട്ട് പോകുമ്പോൾ മറ്റുള്ള വാഹനങ്ങളെയും റെസ്പെക്ട് ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ള ഡ്രൈവേഴ്സിനെ റെസ്പെക്ട് ചെയ്ത് നല്ല രീതിയിൽ ഡ്രൈവിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് തന്നെയാണ്. അത് വേറൊരു സ്പീഡിൽ പോകുന്ന റഷായി പോകുന്ന ഒരാൾ നമ്മൾ പറയുന്നത്, ഇവൻ എന്ത് കഴിവട്ടനാണ്, ഇവന് സ്പീഡിൽ പോകാൻ അറിയില്ല, ഇവൻ എന്താ കാണിക്കുന്നത്, ഇവന് ഇവിടെ പോയി അത് ശരിയാവില്ല എന്ന് പറയുന്ന ആളുണ്ടായിരിക്കും. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ആ പറയുന്നവനാണ് കഴിവുകേട്. അവൻ സ്പീഡിൽ ഓടിക്കുന്നത് വലിയൊരു കഴിവായിട്ട് അവൻ കാണുകയാണ്. എന്നാൽ അവൻ പതുക്കെ ഓടിക്കുന്നവനെ കുറ്റപ്പെടുത്താനാണ് കഴിവുകളാണ് പതുക്കെ പോകുന്നത്. ഇതാണ് നമ്മൾ സമൂഹം കാണുന്നത്. ഈ ആംഗിളിൽ കൂടിയാണ് നമ്മൾ സമൂഹം എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഇനി വേറെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് നന്നായി സംസാരിക്കാൻ അറിയും, അല്ലെങ്കിൽ നന്നായി ആളുകൾ പറയുന്നത് കേട്ടിരിക്കാൻ കഴിയും. എന്നാൽ വേറെ വ്യക്തിക്ക് സംസാരിക്കാൻ അറിയില്ല, കേട്ടിരിക്കാൻ, അവൻ ആകെ തിരക്കാണ്. എന്തിനോ വേണ്ടി പരക്കം പായുന്ന ഒരു തിരക്ക്, വെറുതെ കാണിക്കുന്നത് വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവരവരെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ അപ്രോച്ച് ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷെ ഈ കേട്ടും അല്ലെങ്കിൽ സംസാരിക്കാനൊരു നല്ലൊരു കഴിവാണ്. അതൊരു സ്പിരിച്വൽ കഴിവ് കൂടിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് കേട്ടിരിക്കാൻ, നമ്മൾ അടുത്ത് വന്നിരുന്ന് നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കഴിവുകൾ, അതിന് നല്ല ക്ഷമയും കൂടി വേണം. ആ ക്ഷമ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു കഴിവ് കിട്ടുള്ളൂ. അതിൽ കൂടി മാത്രമേ നമുക്കത് വികസിച്ചെടുക്കാനും സാധിക്കുകയുള്ളൂ. എല്ലാത്തിനെയും ഒരു പക്വതയോടെ കൂടി കാണാനും അല്ലെങ്കിൽ അത് കേൾക്കാനുള്ളത് വലിയൊരു കഴിവാണ്. അപ്പൊ മറ്റുള്ളവർ നമ്മളടുത്ത് നീ കഴിവുകെട്ടനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് അവർന്നിരിക്കാതെ അതിന് നമ്മൾ മറുപടി, അതായത് നല്ല രീതിയിൽ കൂടെ നമുക്ക് കഴിവുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം, പരിശ്രമിക്കണം. കാരണം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് കണ്ടുമുട്ടാം. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സൈൻ ഓഫ് മീ, ജയ് സി.